മീനിക്ക് എന്നാരെ പൊട്ടങ്കാലക്കി. മഴയായാലും വെയിലായാലും കുളി രാവിലെ കഴിയും. ഇപ്പൊ നല്ല മഴ പെയ്യും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:15 മണിയാണ് കേട്ടോ. രാവിലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴയാണ് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. താഴെയൊക്കെ വെള്ളം കണ്ടോ. അപ്പം മഴ പെയ്യുന്നുണ്ട്, രാത്രി തന്നെ മഴയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മഴയുള്ള ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എഴുന്നേറ്റിട്ട് കുളിക്കുന്നതാണ്. ഇന്നിങ്ങനെ കിടക്കുകയാണ് ഇവിടെ. ഇപ്പം നല്ല മഴ പെയ്തിട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. ആഹാ, എനിക്കെന്താണോ മഴ പെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മഴ പെയ്തു, ഫീൽ പെയ്തു. മുറ്റത്ത് ഇരിച്ചിട്ടെൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു പോയി. മഴക്കാലം തുടങ്ങിയൊന്നും അറിയില്ല. മെയ് മാസം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് മഴക്കാലം തുടങ്ങിയാണ്. നല്ല മഴ. ജനലിലൂടെ ഇങ്ങനെ മഴ കണ്ടു കിട്ടാൻ നല്ല രസമാണ്. മുകളിൽ റൂമിൽ പോയി കിടക്കാൻ മതിയായിരുന്നു. മുകളിൽ ഇപ്പോൾ ചൂട് കാരണം ആരും മുകളിൽ കിടക്കാറില്ല. എല്ലാവരും താഴെ തന്നെയാണ് കിടക്കുന്നത്. മഴയൊക്കെ പെയ്ത് ഞാനൊന്നും കൂടെ ചുരുണ്ട് കൂടി കിടക്കാൻ നോക്കുക. ഒരാൾ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടോ. ആരാ മനസ്സിലായോ? ആരാ? അമ്മായി. ഇതാരാ? ഞാൻ ലച്ചമോള്. മോള് ഞാനിവിടെ വന്നാൽ അധികം എൻ്റെ ഒപ്പം തന്നെ കിടക്കുക. രാത്രി കിടക്കും കേട്ടോ. എന്നിട്ടൊരു പകുതി ആകുമ്പോൾ ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, മഴയും കഴിഞ്ഞു, എൻ്റെ കുളിയും കഴിഞ്ഞു. ഇനി ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണട്ടോ. ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മഴയായാലും വെയിലായാലും കുളി രാവിലെ കഴിയും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയും, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ പഴമുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഞാൻ പറഞ്ഞത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, സ്പെഷ്യൽ എന്ന് പറയാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണം. പിന്നെ അച്ഛൻ കുറേ പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം. ഇവിടെ ഒരാൾ കുളിക്കാൻ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പുഴയിൽ പോകാൻ നിൽക്കുകയാണ്. കുളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല. മീനിക്ക് എന്നാനെ മുട്ടക്കലക്കി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആ പാട്ടിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇവരിവിടെ കളിച്ചപ്പോഴാണ് ആ പാട്ട് കേൾക്കുന്നത്. വാഴത്തെ പാട്ടല്ലേ കുഞ്ഞത്? യെസ്. 2 ആൾക്കാർ അംഗൻവാടി പോകാൻ ഒരുങ്ങുന്നു. വേഗം ഒരുങ്ങിക്കോ. അവരും അംഗൻവാടി ഇപ്പോൾ ചൂട് കാരണം അധികം കുട്ടികളൊന്നും വരാറില്ല. പിന്നെ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച കലാപരിപാടി ഉണ്ട്. ക്ലബിൻ്റെ വാർഷികവും അംഗൻവാടി വാർഷികം എല്ലാം കൂടെ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനായിട്ട് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്നുണ്ട്, അമ്മമാർ പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം കളിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കട്ടെ, കളിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ വരട്ടിയതും മാമ്പഴപ്പുളിശ്ശേരി ഇന്നത്തെ ലഞ്ച് അതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കട്ടെ. ചിക്കൻ ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അഞ്ജുവിൻ്റെ വകയാണ് ചിക്കൻ വരട്ടിയത്. എൻ്റെ വക മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ മാങ്ങ എവിടെ? മാങ്ങ ഏതാ? പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ അച്ഛൻ കൊണ്ടുവന്ന കേട്ടോ. ഇത് നാടൻ മാങ്ങയല്ല, ചെറിയ നാട്ടുമാങ്ങയല്ല,
പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കാണാം. ഇത് ഞാനൊരു പ്രാവശ്യം വീഡിയോയിൽ ഇട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇട്. അപ്പം നമ്മൾ ചിക്കൻ കറി ഇതാ അടുപ്പത്ത് അങ്ങനെ വെട്ടിത്തിളക്കുകയാണ് കേട്ടോ. ചിക്കൻ വരട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും കറി വേണം. അപ്പോൾ ഇത് നാത്തൂൻ്റെ സ്പെഷ്യലാട്ടോ. നാത്തൂന് ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അവിടെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അവരുടെ വീട്ടിൽ എൻ്റെ അടുത്ത വീട്ടിൽ പണിക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കട്ടെ എന്നാ. പുതിയ ചട്ടിയാണ് കേട്ടോ. ഇങ്ങനെയുണ്ട്, അടിപൊളി ചട്ടിയല്ലേ. ഇതിൽ ചിക്കനും അവിയലൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം അവിയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. എനിക്കാണെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. മാങ്ങയൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. നോക്കട്ടെ, നല്ല മധുരമുണ്ട്. നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ പിള്ളേരും തിന്നു, നാത്തുമാരും കഴിച്ചു. ഇനിയിപ്പോൾ ഈ മാങ്ങയേ ഉള്ളൂ. നോക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ അങ്ങോട്ട് ചീന്തി എടുക്കാം. ചെത്തിയല്ല, ചീന്തി എടുക്കാം. ചീന്തി എടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മാങ്ങ ചീന്തി എടുക്കാം കേട്ടോ. കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നാടൻ മാങ്ങയാവണം, അപ്പോഴും ടേസ്റ്റ് ഉള്ളൂ. ഇത് നാടൻ മാങ്ങേൻ്റെ മറ്റൊരു രൂപമെന്നാണ് തോന്നുന്നത്. നല്ല മധുരമുണ്ട്. വളയത്തെ വീട്ടിൽ പിന്നെ ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു മാമ്പഴക്കറിയൊന്നും അങ്ങനെ കൂട്ടൂല. അവിടെ വെച്ചാൽ തന്നെ ഞാനാ കഴിക്കുക. ഞാൻ എനിക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. അവരെല്ലാവരും മീൻ കറിൻ്റെ ആൾക്കാരാണ്. മീൻ ചിക്കനൊന്നും വേണം. ഇറച്ചീൻ്റെ പരിപാടിയൊന്നും അധികമല്ല. ചിക്കൻ, മീൻകറി. മീൻ മാങ്ങ ഇട്ട് വെക്കുക, മീൻ പുളി ഇട്ട് വയ്ക്കുക, മീൻ ഓർക്കാപ്പുളി ഇട്ട് വയ്ക്കുക, മീൻ അവിയൽ. സിരിക്കി മുട്ടക്കലക്കി. വെറുതെ അല്ല നാത്തുമാരൊക്കെ ഈ മാങ്ങ എടുത്ത് കഴിച്ചട്ടോ. ഒരു മാമ്പഴക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു മാങ്ങ അങ്ങനെ തിന്നുന്നുണ്ട്. അപ്പം എൻ്റെ വിചാരം ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 3-4 ദിവസമായിട്ടോ. ഇനി പുഴയൊക്കെ ഒന്ന് പോകണം കരുതുന്നു. പുഴയിൽ പോകണം. പുഴയിൽ ഞങ്ങൾ കുളിക്കുന്ന കടവിൻ്റെ കുറച്ച് മേലായിട്ട് തടയണ കെട്ടിയിട്ടുണ്ട്. തൊഴിലുറപ്പുകാർ കെട്ടിയതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ പോകണം. അക്കരയ്ക്ക് പോകാനൊക്കെ ഉണ്ട്. ഇവിടെ പൊച്ചയും ബഹളമൊന്നും കേൾക്കാത്തത് ലച്ചുമോൾ അമ്മേൻ്റെ കൂടെ പുഴയിൽ പോയി. കിളിക്കുട്ടികൾ അംഗൻവാടിയിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് പരിപാടിയുണ്ട്. അപ്പോൾ അശ്വതി അവരെയും കൊണ്ടുപോയതാ. അശ്വതി എന്ന അച്ചു. പിന്നെ അഞ്ജുവിന് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പണിയുണ്ട്. എന്തോ ക്ലോസറ്റ് വയ്ക്കാനോ അങ്ങനെ ഈ വീടിൻ്റെ അവിടെ ഒരു പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടനും അഞ്ചു അങ്ങോട്ട് പോയി. അച്ഛന് എന്താ പറയുക, വാഴയിലും വാഴയിൽ പണിയുണ്ട്. വാഴയിലും പച്ചക്കറി തോട്ടത്തിലും ഞങ്ങളെ കന്നുകുട്ടികൾക്ക് പിണ്ണാക്ക്, വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ തോലൊക്കെ ചീന്തി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ. ഈ ചട്ടിയിലിട്ട് കൊടുക്കാം. അങ്ങനെ ചട്ടിയിൽ മാങ്ങ ഇട്ടു, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ എരിവുള്ള 2 പച്ചമുളക്. ഇത് മതി കേട്ടോ, കാരണം ഇനി ഇച്ചിരി കുരുമുളക് അരച്ചിട്ടാണ് നാളികേരം കൂട്ടി അരയ്ക്കുക. ഞാനിങ്ങനെ കേട്ടോ വെക്കുന്നത്. എല്ലാവരും ഓരോരുത്തർ ഓരോ രീതിയിൽ വെക്കുന്നതായിരിക്കും. എന്നാലും ഞാൻ വെക്കുന്നത് എങ്ങനെ കാണിച്ചിട്ടതാ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുണ്ട് കേട്ടോ മുളക് പൊടി. പിന്നെ ഇതാ കുറച്ച് ഉപ്പും. ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുക. മാങ്ങ വേവാൻ മാത്രമേ വെള്ളം മതി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അരപ്പൊഴിക്കും, തൈര് ഒഴിച്ചിട്ടല്ലേ വയ്ക്കുക. ഇവിടെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ചും കൂടെ കുറച്ചൊരു കറിയാക്കിയിട്ട് വെക്കേണ്ടി വരും. സാധാരണ എല്ലാവരും ശർക്കര ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മാങ്ങേൻ്റെ മധുരം ആദ്യം കറിയിൽ മാങ്ങ വെന്ത് കഴിഞ്ഞ ശേഷം മധുരം ഉണ്ടോ നോക്കണം. നല്ല മധുരം ഉണ്ടെങ്കിൽ ശർക്കര അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇച്ചിരി പുളിപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം
ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പും തയ്യാറാക്കാം. നമ്മുടെ മാമ്പഴം തിളച്ച് വരുന്നു. കൊണ്ട് കാണുന്നില്ല അല്ലേ. അങ്ങനെ അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറി നാളികേരം, ഇത്തിരി ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്, മോര് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മാങ്ങ വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് അരപ്പൊഴിക്കുകയാണ്. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കട്ടെ. അപ്പോൾ മാങ്ങ മധുരമുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കാം. പിന്നെ അരപ്പൊഴിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ അരപ്പൊഴിക്കുന്നതിൻ്റെ മുൻപ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മോരില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കട്ട തൈര് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ കേട്ടോ. തൈരിൽ വെള്ളം ചേർത്തിട്ടില്ല. തൈര് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് തൈര് ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വാങ്ങി വെച്ചിട്ട് നമ്മൾ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അത് നെയ്യിൽ വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്, വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാ ചോറുണ്ട്, പിന്നെ ഇതാ ചിക്കൻ കറിയോടുകൂടി വെച്ചതാണ് കേട്ടോ. അതായത് വരട്ടണം എന്ന് കരുതി, പക്ഷേ ഇത്തിരി കറി വേണം എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കറിയോടുകൂടി ഉണ്ടാക്കിയതാണ്. അഞ്ചുണ്ടാക്കി പോയതാണ് കേട്ടോ. പിന്നെ അച്ചുവിൻ്റെ സ്പെഷ്യലായിട്ട് ബീറ്റ്റൂട്ട് തോരനുണ്ട്, എൻ്റെ സ്പെഷ്യലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറും കറി കഴിഞ്ഞ് അടുത്ത പണി ചക്കപ്പണി. ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടി കൊടുന്നതായിരുന്നു, പക്ഷേ പറ്റുപോയി. അമ്മ ചക്ക റെഡിയാക്കുന്നു. ഇപ്പം കോറം തികഞ്ഞു. അച്ചു അശ്വതി ഞാലും ബാലും ഒക്കെ ഉണ്ട്. അച്ചു എന്തോ ആലോചനയിലാണ് ചക്ക എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് എന്ന് വരും എന്ന് ആലോചിക്കാണ്ട്. ബാലക്കുട്ടന് 10 രൂപ ഫ്രൂട്ടി കുടിക്കാൻ വേണം. അപ്പോൾ തെരുവിലായിരുന്നപ്പോൾ പറയാ അച്ഛൻ പിസ്കനാണ്. അച്ഛൻ്റെ പിസ്കത്തരം കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കുഞ്ഞു മോനെ അങ്ങോട്ടോക്കടാ മീനിക്ക് എന്നാലേ പൊട്ടങ്കാലക്കി മുട്ടക്കലക്കി അല്ല പൊട്ടങ്കാലക്കി. അങ്ങനെ കുറച്ച് ചക്ക കഴിച്ചു. ഇനി അടുത്ത പണി ചോറിനലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. മാമ്പഴക്കറി, ചിക്കൻ കറി, ബീറ്റ്റൂട്ട് തോരൻ, ഇതെല്ലാം കൂട്ടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. പിന്നെ എൻ്റെ മാമ്പഴക്കറി ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.